ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നു. നിതീഷ് കുമാറിന് ലഭിച്ചത് തിളക്കമുള്ള വിജയം. വെറും വിജയമല്ല, ആധികാരികമായ വിജയം. BJPയോട് വിലപേശി നിൽക്കാൻ ഇനി നിതീഷിന് കഴിയും. കഴിഞ്ഞ പ്രാവശ്യത്തെ മോശം പ്രകടനം നിതീഷിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയം നിതീഷിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. BJPയുടെ തന്ത്രങ്ങളും അടവുകളുമൊന്നും ഇനി നിതീഷിനെ ഭയപ്പെടുത്തില്ല. അല്ലെങ്കിൽ തന്നെ തന്ത്രങ്ങളുടെയും അടവുകളുടെയും ഹോൾസെയിൽ വ്യാപാരിയാണല്ലോ നിതീഷ്. ബീഹാറിന്റെ വികസന നായകനാണ് നിതീഷ്. എന്ത് വികസനം എന്നൊന്നും ചോദിക്കരുത്. ബീഹാറിലെ ഗ്രാമങ്ങളുടെ ശോച്യാവസ്ഥ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനിടെ വന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ വികസന നായകൻ എന്ന ഇമേജ് സൃഷ്ടിക്കുന്നതിൽ നിതീഷ് വിജയിച്ചിരിക്കുന്നു. വികസനത്തിന്റെ നായകനെ സുശാന്തൻ ബാബു എന്നാണ് ബീഹാറിലെ ജനങ്ങൾ വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് RJD മാത്രമല്ലായിരുന്നു നിതീഷിന്റെ എതിരാളി. ഒപ്പം നിൽക്കുന്ന BJPയും JDUവിനെ വിഴുങ്ങുമായിരുന്നു. അവസരം കിട്ടിയാൽ JDUവിനെ വെട്ടിവീഴ്ത്താൻ BJP മടിക്കില്ലെന്ന് നിതീഷിന് നന്നായി അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പും പാഠമായി നിതീഷിന്റെ മുന്നിലുണ്ടായിരുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ JDUവിന് നേടാനായത് വെറും 43 സീറ്റ് മാത്രമായിരുന്നു. BJPക്ക് 74 സീറ്റ് കിട്ടി. എന്നിട്ടും രാഷ്ട്രീയ ചാണക്യനായ നിതീഷ് മുഖ്യമന്ത്രിയായി 5 വർഷം ഭരിക്കുകയും ചെയ്തു. ഇത്തവണ നന്നായി ഗൃഹപാഠം ചെയ്തു തന്നെയാണ് നിതീഷ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് വ്യക്തമാണ്. തന്നെ വെട്ടാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടക്കുന്നത് നിതീഷ് മണത്തറിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ NDA അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് BJPയുടെ മറുപടി തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു. അപകടം മണത്തിട്ടുണ്ടാവും നിതീഷ്. ബീഹാറിൽ BJPക്ക് വളരാൻ നിതീഷിനെ ചവിട്ടിത്താഴ്ത്തണമെന്ന് BJPക്ക് നന്നായി അറിയാം. അതത്ര എളുപ്പമല്ലെന്ന് അവർക്കറിയാം. ചുരുക്കത്തിൽ പാളയത്തിൽ പടയെ കൂടി നേരിട്ടാണ് നിതീഷ് തെരഞ്ഞെടുപ്പിൽ തിളങ്ങുന്ന വിജയം സ്വന്തമാക്കിയത്. BJPക്കൊപ്പം NDA മുന്നണിയിലെ ചിരാഗ് പാസ്വാന്റെ LJPയും നിതീഷിനെ വെട്ടാൻ അവസരം കാത്തിരിക്കുകയാണ്. ഇതിനെയെല്ലാം മറികടക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ നിതീഷിന് നന്നായി അറിയാം. 9 തവണ മുഖ്യമന്ത്രിയായ നിതീഷ് 10ാം തവണയും ബീഹാറിൽ അധികാര കസേര ഉറപ്പിച്ചിരിക്കുന്നു. 2000-ലാണ് ലാലു പ്രസാദ് യാദവിനെ വെട്ടി നിതീഷ് ആദ്യമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായത്. 2005-ൽ വീണ്ടും അധികാരത്തിലെത്തിയ നിതീഷ് തേരോട്ടം തുടരുകയാണ്.